ഷവ്വാൽ തിങ്കളിൽ മദ്രസയും ദർസയും ഒരു തുടങ്ങേണ്ടതായ ഒരു തിങ്കളായിട്ടിക്കടി ഷവ്വാൽ തിങ്കൾ ഇൽമുടെ ഏറ്റവും മഹത്വം കൊടുക്കുന്നതായ ഒരു തിങ്കളും കൂടി ആയിരിക്കടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇൽമുടെ സംബന്ധിച്ചിട്ട് ധാരാളം നമുക്ക് പഠിപ്പാടി തന്ന ലോകനേതാവ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ധാരാളം ഇൽമുടെ സംബന്ധിച്ചിട്ട് ധാരാളം നസീഹത്തും മഅദും എല്ലാം കേട്ടങ്ങായിരിക്കട. ഏതായാലും ഇൽമു പഠിച്ചിട്ട് തീരവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ തലാസ് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമി യന്തഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. മനുഷ്യ മരിച്ചപ്പോൾ അവന്റെ എല്ലാ കാര്യം മുറിഞ്ഞു പോണ്ടു. 3 കാര്യം വിട്ടിട്ട് ബാക്കി എല്ലാം മരിക്കലോട് കൂടെ അത് മുറിഞ്ഞു പോണ്ടതായിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്ന ആ 3 കാര്യം, ഒന്ന് ജാരിയായ സ്വതക്കായിരിക്കട്, ദാനധർമ്മ. രണ്ടാമത്തത് ഉപകാരമുള്ള ഫലപ്രദമായ ഇൽമായിരിക്കട്. മൂന്നാമത്തത് മരിച്ചുപോയ ആൾക്ക് ദ്വാരക്കിടുന്നതായ മക്ക. ഈ 3 അല്ലാണ്ട് ബാക്കിയെല്ലാം മുറിഞ്ഞു പോണ്ടുണ്ട്. അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നൊരു. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ സമയത്തിൽ മരണപ്പെട്ടു പോയി മസൂദ് സഖാഫി ഉസ്താദിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എല്ലാവരും നോക്കിയിടാറും അതെല്ലാം കേട്ടങ്ങായിരിക്കട. ധാരാളം ഇൽമു നിങ്ങൾക്ക് ആ ഉസ്താദിനെ കൊണ്ട് ധാരാളം ഇൽമു നിങ്ങൾക്ക് ഇനിയും ധാരാളം പഠിക്കുകയുണ്ട്. പക്ഷേ ആ ഉസ്താദ് വേഗം വഫാത്തായി പോയിട്ട് ഇത് നോക്കിയുണ്ടെങ്കിൽ എത്രമാ വാത് ഉസ്താദിനോ കാണുകൂ വാത് കേൾക്കുന്നങ്ങനെ കൊണ്ട് സാധിയാവൂ. അല്ലാഹു തആല ഉസ്താദിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇൽമുരുട്ടുകുല്ല മഹത്വവും ബഹുമാനവും നമുക്ക് ധാരാളം വേണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, ഇന്നല്ലാഹ വ മലായികതഹു അഹ്ലുസ് സമാവാതി വൽ അർളി ഹത്ത النملة في جهرها وحتى العوت ليصلون على معلم الناس الخير. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, മലക്കുകളെയും അല്ലാഹുവിന്റെ മലക്കുകളെയും ആകാശയിലുള്ള സകല വസ്തുക്കളും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും എത്രത്തോളം ചെന്നുണ്ടെങ്കിൽ എറുമ്പു, അതേപോലെ കടലുള്ളതായ മീന്, ഇത് എല്ലാം ഇൽമു പഠിപ്പാട്ടങ്ങൾക്ക് ദ്വാരക്കരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നതായിരിക്കട്. മക്രു ഇൽമു പഠിപ്പാട്ടങ്ങൾക്ക് അല്ലാഹുവിടെ മലക്കുകളും അതേപോലെ എറുമ്പും കടലുള്ളതായ മീനും ആകാശഭൂമിയിൽ എല്ലാ വസ്തുക്കളും ഇൽമു പഠിപ്പാട്ടങ്ങൾക്ക് ദ്വാരക്കരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നര്. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, വഇന്നൽ മലായികത തളഉ അജ്നിയതഹാ ലിതാലിബിൽ ഇൽമി റിദം ബിമാ യസ്ന. ഇൽമു പഠിക്കരക്ക് അല്ലാഹുവിന്റെ മലക്കുകളെ അങ്ങനെ രക്ക താത്തി കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നതായിരിക്കട്. നിങ്ങൾ നോക്കൂ,
പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഅലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമു പഠിക്കരെ റോഡിൽ പോയാണ്ടായെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പോണ്ടതായ മാർഗം റോഡ് സുലഭമാക്കി കൊടുക്കറാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നര്. ഒരു മനുഷ്യകു 3-4 കൊർക്ക ഇൽമു പൂലനെ ഇല്ലെങ്കിൽ അവന്റെ കൽബ് ചത്തുപോണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നത് തലബുൽ ഇൽമി ഫറീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഇൽമു പഠിക്കരുതില്ലേ പ്രതി മുസ്ലിമരെ മേല് ഫർളായിരിക്കട്, കട്ടായമായ ഒരു കാര്യം കൂടിയായിരിക്കട്. ഇൽമു പഠിക്കരുത് എല്ലാ മുസ്ലിമിങ്ങനെ മേല് ഒരു നിർബന്ധമായ ഫർളായ കട്ടായമായ കാര്യാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നത്. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇൽമുടെ തേടിയോണ്ട് ഇങ്ങനെ യാത്ര പോയോണ്ട് എന്ത് യാത്ര പോകുമ്പോ പക്ഷേ ഇൽമുടെ തേടുമേനായിട്ട് ഇക്കടെ യാത്ര പോണ്ടേ കയ്യിൽ പൈസക്കര. പക്ഷേ ചില സന്ദർഭത്തിൽ പൈസ കാലിയായ സമയത്ത് ഭയത്ത് എന്തുമില്ലാണ്ട് പൈച്ചിരിക്കടെ ഈ സമയത്ത് ആറൊട്ടും കൈ നീട്ടാണ്ട് ആറൊട്ടും കേക്കാണ്ട് അതേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കാട് പുല്ലു തിന്നോണ്ടിന്ത് കാട് പുല്ലു തിന്നോണ്ടിന്ത് ഉണ്ടായിക്കട് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ചൊന്നത്. പിന്നെ ചൊല്ലു മാഖസ്തു മിൻ അദിൻ ശൈഅ ഖത്തു വഖദ് കുന്തു അകലൽ ഹശീശ മിനൽ ജൂഇ. ഞാൻ ആറൊട്ടും എന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല, 6 മുതലും ഞാൻ എന്നും എടുത്തിട്ടുമില്ല, കൈ കാട്ടിട്ടുമില്ല. പൈക്കട സമയത്ത് നാട് പുല്ലു തിന്നതായിരിക്കുന്ന ഒരു സന്ദർഭം വന്നോണ്ട് ഇന്ന് നക്ക് സുബ്ഹാനല്ലാഹ് തന്നെ മുഅ്മിനീങ്ങളെ അത്രയും ഇൽമുറുട്ടുകുള്ള മഹബ്ബത്തും ഇൽമുറുട്ടുകുള്ള മാത്തും നോക്കൂ. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കപ്പലിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതേ കപ്പലിൽ കുറെ ആൾമാരുള്ളാറ് ഇൽമുടെ തേടുമേനായിട്ട് ബുഖാരി റളിയല്ലാഹു അൻഹു പോണ്ടു സഞ്ചരിക്കട് കപ്പലില്. ആ സമയത്ത് ഒരാൾ കേക്കട്, നിങ്ങ എവിടെ പോണ്ടേ? ഞാൻ ഇൽമു തേടുമേനായി പോയോണ്ടില്ല, ഞാൻ ഇൽമു തേടുമേനായി പോയോണ്ടില്ല. പക്ഷേ നിങ്ങളെട്ടക അതേ ചെലവുമേനായിട്ട് നിങ്ങളെ കയ്യിൽ എന്തും ഇല്ലേ കേക്കട്. ആ സന്ദർഭത്തിൽ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലു, അതേ നന്റെ കയ്യില് 1000 ദീനാറുണ്ടോ ചെലവുമേനായിട്ട്, നന്റെ കയ്യില് 1000 ദീനാറുണ്ടോ. നിങ്ങൾ നോക്കൂ, ഈ മനുഷ്യണ്ടല്ലേ ബുഖാരി റളിയല്ലാഹു അൻഹുടെ 1000 ദീനാർ എങ്ങനെങ്കിലും നക്കെടുക്കണോ ചെന്നിട്ടൊരു തന്ത്രം നടത്തര്, ഒരു തന്ത്രം നടത്തര്. ഈ മനുഷ്യൻ എന്തി കേക്കടേ? 1000 ദീനാർ എടുക്കുമേനായിട്ട് ഇടിക്കട്, നിങ്ങളെ കയ്യിൽ എന്തുമില്ലേ കേക്കടത്. അങ്ങനെ ഉറങ്ങിട്. ആ കേട്ട മനുഷ്യൻ എന്താ കൊടുക്കുന്നുണ്ടാ ഉറങ്ങിച്ചിട്ട് ചൊല്ലു, നണ്ടോ 1000 ദീനാർ കണ്ടില്ല, നണ്ടോ 1000 ദീനാർ കണ്ടോണ്ടില്ല. ഇങ്ങനെ ബൊബ്ബയിട് എല്ലാരും ബാഗ് ചക്കാക്കിടാറ്, എല്ലാരും ബാഗ് ചക്കാക്കൊണ്ടും വരുമ്പത്തു ബുഖാരി റളിയല്ലാഹു അൻഹുടെ ബാഗ് മാത് ചക്കാക്കെങ്ക് 1000 ദീനാറോട് ഉണ്ടു. പക്ഷേ അത് ബുഖാരി ഇമാമുടേതായിരിക്കട്.
പക്ഷെ ഉണകൊന്നു കിട്ടണു 1000 ദീനാറ്. അത് കൊണ്ടൊരു ഐഡിയ ഇടിക്കര് 2000 ദീനാറ് കാണ്ടില്ലാണ്ട് ഇങ്ങനെ പൊപ്പിട്ട് ചൊല്ലുമ്പൊത്തുകൂ ബാഗ് ഇങ്ങനെ എല്ലാരെ ചക്കാക്കം പറയുമ്പൊത്തു ബുഖാരി റളിയല്ലാഹു അൻഹു 1000 ദീനാർ ഇന്നുണ്ടല്ലേ അതിരെ കടൽക്ക് വലിച്ചെറി ആരും നോക്കാത്ത പോലെ അതിരെ കടൽക്ക് വലിച്ചെറി. സുബ്ഹാനല്ലാഹ്. ബുഖാരി റളിയല്ലാഹു അൻഹുടെയും ബാഗ് ചക്കാക്കിടാറ്. ഈ മനുഷ്യയില്ലേ ഫസ്റ്റ് കേട്ടില്ലേ നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ട് അതേ മനുഷ്യ ബുഖാരി റളിയല്ലാഹു അൻഹു കേക്കടേ നിങ്ങളെ ബാഗിൽ നിങ്ങളെ കയ്യിൽ 1000 ദീനാർ ഇന്തല്ലേ അത് എവിടുണ്ടോ കേക്കുമ്പൊത്തു പക്ഷേ ബുഖാരി റളിയല്ലാഹു അൻഹു ചൊന്തു നാനതൊരു കടൽക്ക് വലിച്ചെറിഞ്ഞ എന്തിന് നിങ്ങൾ കടൽക്ക് വലിച്ചെറിഞ്ഞത്? പക്ഷേ ഇവിടെ 1000 ദീനാറ് കട്ടുവൈഡ് ചെന്നാറ് എല്ലാരും ബാഗ് അന്വേഷിക്കുമ്പൊത്തുകൂ നന്റെ ബാഗും അന്വേഷിക്കരല്ലേ ചക്കാക്കുമ്പൊത്തുകൂ ഈ 1000 ദീനാറ് മാറ്റ് കിട്ടിപ്പോയാൽ നാനൊരു കല്ലാണ്ട് ബിയരിക്കിടാറ് അതുകൊണ്ടായിരിക്കിടുന്നാണ് ഈ ഞാൻ കല്ല മാത്ത് നണ്ടിങ്ങനെ ചെന്നുപോയെങ്കിൽ നന്റെ പിന്നെ ഹദീസാറും സ്വീകരിക്കല്ല കല്ലാണ്ട് ചൊല്ലുവാറ് അത് കൊണ്ടു നക്കും വേണ്ട ചെന്നിട്ടു ഞാൻ 1000 ദീനാറ് കടൽക്ക് വലിച്ചെറിഞ്ഞതായിരിക്കട്. നന്റെ മുഅ്മിനീങ്ങളെ എന്തൊരു സൂക്ഷ്മത നോക്കൂ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുടെ. അതായിരിക്കട് മഹാന്മാര് കഞ്ഞു പോയ മഹാന്മാര് ഇൽമുറട്ടുള്ള മഹബത്ത് നന്റെ പിന്നെ ഹദീസെല്ലും കലവാവിടെ വേണ്ട ഹദീസെല്ലും സ്വീകരിക്കാണ്ടിക്ര വേണ്ട ചെന്നിട്ടു 1000 ദീനാറ് നക്ക വേണ്ട അതിന് നാൻ കടൽക്ക് വലിച്ചെറിഞ്ഞ മുഅ്മിനീങ്ങളെ. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കണ്ടായെങ്കിൽ അല്ലാഹു അവന്റെ ദീനിൽ നല്ല പാണ്ഡിത്യമുള്ളവനാക്കിട്. ഒരാൾക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിക്കണ്ടായെങ്കിൽ ദീനിൽ നല്ല പാണ്ഡിത്യം ഉള്ളവനാക്കരുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നത്. മുഅ്മിനീങ്ങളെ ചെന്ന് തീരുകയില്ല ഇൽമുടെ വിഷയ. ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാഇ വ ഇന്നൽ അംബിയാ ലം യരിസു ദീനാറൻ വലാ ദിർഅമൻ വഇന്നമാ വറസുൽ ഇൽമ. തീർച്ചയായിട്ടും പണ്ഡിതന്മാരില്ലേ ആലിമീങ്ങളില്ലേ അങ്ങ് പ്രവാചകന്മാരെ അനന്തരാവകാശിയായിരിക്കാറ്. അനന്തരാവകാശി എന്ന് ഉദ്ദേശിക്കരുത് എന്തേ? പ്രവാചകന്മാര് ദീനാറോ ദിർഹമോ അനന്തരമായിട്ട് അങ്ങ് വിട്ടുപോയത് അല്ല. ദീനാറും അതേ ദിർഹമോ ദീനാറും അങ്ങ് വിട്ടുപോയതല്ല. പക്ഷേ അങ്ങനെ ഇൽമൈറ്റിക്കിട അനന്തരാണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നത്. പിന്നെ നോക്കൂ മൻജാഉ മൗതു വയത്ലുബുൽ ഇൽമ ലിയുഹിയ ബിൽ ഇസ്ലാമ ഫബൈനഹു വബൈനൻ നബിയിന ദറജത്തുൻ വാഇദത്തുൻ ഫിൽ ജന്ന. ആരെങ്കിൽ ഇസ്ലാമുടെ പുനർജീവിപ്പിക്കുവാനായിട്ട് ഇൽമുടെ ഇടലെ മരിച്ചു പോയണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ് മരണമാത് സംഭവിക്കണ്ടായെങ്കിൽ സ്വർഗത്തിലില്ലേ അവനും ഇൽമുടെ തേടിയോണ്ടിരുന്നതായ അതേ നിരക്ക് മരിച്ചുപോയെ ആ ഇൽമു പഠിച്ചോണ്ടിരിക്കുമ്പോഴത്തേ മരിച്ചേണ്ടായെങ്കിൽ
സ്വർഗത്തിൽ പ്രവാചകന്മാരെയും അങ്ങനെയും ഇടയിൽ ഒരു പദവി മാത്രമേ വ്യത്യാസമുണ്ടവിടെ. പ്രവാചകന്മാരെയും അവന്റെയും ഒരേ ദരജ മാത്രമേ വ്യത്യാസമുണ്ടവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നൊരു നോക്കൂ, അൽ ഇൽമു ഖൈറും മിനൽ മാലി, അൽ ഇൽമു യഅറുസുക വഅൻത തഅറുസുൽ മാല. ഇൽമു സമ്പത്തിനെ കാണ്ടി ഉത്തമമായിരിക്കട്, ഇൽമു സമ്പത്തിനെ കാണ്ടി ഉത്തമമായിരിക്കട്. പക്ഷേ ഇൽമില്ലേ നിന്റെ സംരക്ഷണയാക്കിട്. എന്നാൽ സമ്പത്ത് നീന് സംരക്ഷണയാക്കണു, സമ്പത്ത് നീനായിട്ട് സംരക്ഷണയാക്കിടേ. പക്ഷേ ഇൽമില്ലേ, ഇൽമു ഞങ്ങളെ സംരക്ഷണയാക്കിടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചൊല്ലു, തഅല്ലുമുൽ ഇൽമ ഫഇന്ന തഅല്ലുമു ലില്ലാഹി ഖശിയത്തുൻ വതലബു ഇബാദത്തുൻ വമുദാകറതു തസ്ബീഉൻ വൽബഅദ് അൻഹു ജിഹാദുൻ. നിങ്ങ ഇൽമു പഠിക്കൂ, നിങ്ങ ഇൽമു പഠിക്കൂ. കാരണം അത് പഠിക്കൽ അല്ലാഹുവിനോട് തഖ്വയായിരിക്കട്. ഇൽമു പഠിക്കുന്നത് ഒരു തഖ്വയാണ്. അതേപോലെ വതലബു ഇബാദത്തുൻ, അതിനെ തേടുന്നത് ഇബാദത്തായിരിക്കട്. വമുദാകറതു തസ്ബീഉൻ, അത് ചർച്ച ചെയ്തത് തസ്ബീഹാണ്. അതേപോലെ വൽബഅദു ജിഹാദുൻ, അതിനെ അന്വേഷിക്കുന്നത് ജിഹാദായിരിക്കട്. നോക്കൂ നല്ല മുഅ്മിനീങ്ങളെ, എന്തൊരു മാത്തു നോക്കൂ, ഇൽമു, ഇൽമുടെ മാത്തു നോക്കൂ. പിന്നെയും ചൊല്ലു, മൻ അറാദ ദുനിയ ഫലൈ ബിൽ ഇൽമി വമൻ അറാദ അൽ ആഖിറത ഫലൈ ബിൽ ഇൽമി വമൻ അറാദ ഉമാ മഅൻ ഫലൈ ബിൽ ഇൽമി. ആരെങ്കിലും ദുനിയാവിടെ വിജയത്തിനായിട്ട് അവനുണ്ടല്ലേ, നക്ക് ദുനിയാവിൽ വിജയിക്കണുണ്ടായെങ്കിൽ അവന്റെ ഇൽമുടെ അഭ്യാസാക്കട്ടെ, ഇൽമുറുട്ടുള്ള ശുഗലാവട്ടെ. അതേപോലെ മേ ആഖിറ വിജയം വേണുണ്ടായെങ്കിൽ അതും ഇൽമുറുട്ടുള്ള അഭ്യാസാക്കട്ടെ. രണ്ടും വേണു, ദുനിയാവും വേണു ആഖിറം വേണു വിജയം. ദുനിയാവിലും വിജയം വേണു, ആഖിറത്തിലും വിജയം വേണുണ്ടായെങ്കിൽ ഇൽമുമായിട്ടുള്ള ഇൽമുറുട്ടുള്ള ശുഗലാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, നിങ്ങൾ നോക്കൂ, ഓർക്ക ഇമാം ബുഖാരി ഇമാം അംബർ റളിയല്ലാഹു അൻഹുടെ ഔതുകു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പണ്ട് അതീതിയായിട്ട്, ഷാഫി റളിയല്ലാഹു അൻഹു മക്കളോട് ചൊല്ലി, പിന്നെ അംബർ റളിയല്ലാഹു അൻഹു ചൊല്ലു, തന്റെ ഉസ്താദിനെ സംബന്ധിച്ചിട്ട് ഭയങ്കര പുകഴു. ആര്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുടെ സംബന്ധിച്ചിട്ട് ശിഷ്യനായ അംബർ റളിയല്ലാഹു അൻഹു മക്കളുടെ ധാരാളം പുകഴു. എന്തിരെ? പിന്നെ ഷാഫി ഇമാം തന്റെ ഉസ്താദി ജാവു ഉറങ്ങില്ല, ഇബാദത്തിനായിട്ട് ഇങ്ങനെ ശുഗലായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒർക്ക ചക്കാക്കുവേനായിട്ട് മക്ക അതീതിയായിട്ട് വിളിക്കിടാറ് ജാവു. ആരെ? ഷാഫി ഇമാമുടെ അതീതിയായിട്ട് വിളിക്കിടാറ്. അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജാവും പണ്ട് ഭക്ഷണമെല്ലാം തിന്നിട്ട്, പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങിട്. കിടക്കിട് വിത്യാണ്ട് സുബൈഹി മക്ക ബാപ്പരോട് ചൊല്ലാറ്, നിങ്ങളെ ഉസ്താദിനെ സംബന്ധിച്ച് ഭയങ്കര പുകലുണ്ട്, ഇന്ന് ഭയങ്കര ഇബാദത്ത് എടുക്കരുത്, ജാവും ഉറങ്ങില്ലണ്ടല്ലേ ചൊന്നത്, ഇപ്പൊ ഇണ്ട് ജാവും ഉറങ്ങിത്തല്ലേ. അങ്ങനെ അംബർ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമരോട് കേക്കിട്, ഉസ്താദോട്ടു, പിന്നെ എന്തേ നിങ്ങ ഇണ്ടത്തെ ജാവുൽ എന്തേ നിങ്ങ കിടന്നുറങ്ങിയുണ്ട്? അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊല്ലു, തഫക്കർതു ഫീ ഹാദിഹിൽ ലൈലതി ഫീ മസായില മിനൽ ഇൽമി ഫസ്തംബത്തു മിൻഹാ 70 മസ്അലത വതഫക്കറു ഫിൽ ഇൽമി
അഫ്ളലു മിൻ ഖിയാമിൽ ലൈലി. ഷാഫി ഇമാം ചൊല്ലു, ഞാൻ കിടന്നുറങ്ങെങ്കിലും പക്ഷേ ആ ജാവുലില്ലേ നാണ് ഇൽമുമായിട്ടുള്ളതായ ഇൽമുടെ പരമായ കാര്യങ്ങൾ ഞാൻ ചിന്തനയാക്കൊണ്ടിരുന്ന ഇണ്ടത്തെ ജാവുലിനാണ് ഇൽമുടെ വിഷയത്തിൽ ഇങ്ങനെ ചിന്തനയാക്കൊണ്ടിരുന്ന. അത് മാത്രല്ല, നാണ് എല്ലാ മസാലകൾ ഞാൻ ആ ഉറക്കിൽ പഠിച്ചേണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു ചൊല്ലു ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു ജാവു നിസ്കരിക്കുന്നതിനെ കാട്ടി ഇൽമു കരസ്ഥമാക്കുന്നതായിട്ട് ഏറ്റവും നല്ലതുണ്ട്. ഷാഫി റളിയല്ലാഹു തആല അൻഹു പഠിപ്പാടി തന്നൊരു നല്ല മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കൂ, ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഇൽമുടെ സംബന്ധിച്ചിട്ട് മഹാന്മാര് ഞങ്ങൾക്ക് പഠിപ്പാടി തന്നറാറ്. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ. അതേപോലെ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചൊല്ലു, അന്നാസു ഇലൽ ഇൽമി അഹ്വജു മിൻഹും ഇലൽ ത്വആമി വശ്ശറാബി ലിഅന്ന റജുല യഹ്താജു ഇലാ ത്വആമി വശ്ശറാബി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈനി വആജതു ഇലൽ ഇൽമി ബിഅദദി അൻഫാസിഹി. ഹംബൽ റളിയല്ലാഹു തആല അൻഹു ചൊല്ലു, മനുഷ്യയില്ലേ ഭക്ഷണ പാനീയത്തെ കാണ്ടി യാറും ഇൽമു പഠിക്കട്ടെ, ഇൽമുട്ടുള്ള അവശയിടിക്കരുത്. അതിനെ കാണ്ടി യാറാം ഇൽമൈറ്റിക്കരു ഭക്ഷണ പാനീയത്തെ കാണ്ടി യാറാ ഇൽമൈറ്റിക്കരു ആവശ്യമുണ്ട്. ഹംബൽ റളിയല്ലാഹു അൻഹു ചൊല്ലു, കാരണം ഭക്ഷണയും പാനയും ദിവസവും ഒരു പട്ടമാ രണ്ട് പട്ടമാ നമുക്ക് മയ്യാവൂ. അതേ നേരത്ത് ഇൽമില്ലേ ഓരോ ശ്വാസത്തെ കണക്കനുസരിച്ചിട്ട് എപ്പോഴും മനുഷ്യകുയിൽ അത്യാവശ്യമാണ്. അവന്റെ ശ്വാസത്തെ കണക്കനുസരിച്ചിട്ട് എപ്പോഴും ഇൽമ അത്യാവശ്യമായിട്ടിക്കട്. ഭക്ഷണ പാനീയത്തെ കാണ്ടി ഇൽമ അത്യാവശ്യമാണ്. നിങ്ങൾ നോക്കൂ, ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു കേട്ടാറ്, സുലൈബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു കേക്കടാറ്, മനിന്നാസ് മനുഷ്യ ആരാണ്, മനുഷ്യ ആരായിട്ടിക്കട്. അപ്പ ഇരിക്കട് മുബാറക് റളിയല്ലാഹു ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചൊല്ലു, മനുഷ്യൽ ഉലമാഉ മനുഷ്യ പണ്ഡിതനാണ്, മനുഷ്യ പണ്ഡിതനായിട്ടിക്കടാറ്. ഫമിനൽ മുലൂക്കു പിന്നെ കേട്ടാറ്, രാജാക്കന്മാർ ആറായിട്ടിക്കടാറ്. ഖാല സുആദു ദൈഹിക വിരക്തിയുള്ളങ്ങായിട്ടിക്കടാറ്. സായിദ് സുആദികളായിട്ടിക്കടാറ്. മതേ രാജാക്കന്മാരെ മനുഷ്യന്മാർ കേൾക്കുമ്പോ പണ്ഡിതന്മാർ ചൊന്തു. രാജാക്കന്മാർ ആരുണ്ട് ചൊന്നപ്പ അങ്ങ് ദുനിയാവൊട്ടുള്ളതായ ചിന്തന ഇല്ലാണ്ട് അതേ സായിദായിട്ട് നടന്ന ആൾമാറായിട്ട് കിട രാജാക്കന്മാർ. പിന്നെയും ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചൊല്ലു, യൂസനു മീദാദുൽ ഉലമാഇ ബിദമി ശുഹദാഇ ഫയർജഉ മീദാദുൽ ഉലമാഇ അലാ ദമി ശുഹദാ. അന്ത്യനാളിലെ പണ്ഡിതന്മാരെ മഷിയും അതേ പണ്ഡിതന്മാരെ എത്തിയതായ മഷി മുനന്ത പോലെ അല്ല ഉണ്ട്. മുതൽ മഷിയിൽ എത്തി ഇന്നൊരു കാളയുണ്ട്. ആ പണ്ഡിതന്മാരെ മഷിയും അതായത് എത്രതായ പെണ്ണയുടെ ഷായിയും മഷിയും അതേപോലെ ശുഹദാക്കളെ രക്തയും ചോരയും ഇത് തൂക്കാക്കേണ്ടായെങ്കിൽ അന്ത്യനാളിൽ ഏറ്റവും കണമുള്ളത് അത് പണ്ഡിതന്മാരെ മഷിയായിടിക്കട്. പണ്ഡിതന്മാരെ മഷിക്ക് ഉണ്ടായിടിക്കട് സ്ഥാനമുല്ലേ, അതിനെ കാണ്ടി മുന്നിൽ നിൽക്കുന്നത് മഷിയുണ്ട്. അതേ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പഠിപ്പാടി തന്നൊരു. പിന്നെ നോക്കൂ, ഓരോ മഹാന്മാർ ഇൽമുനെ സംബന്ധിച്ചിട്ട് ധാരാളം ഹദീസ് ഇങ്ങനെ പഠിപ്പാടി തന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലു, അതേ ഫസ്തറൈതു ബഈറൻ സുമ്മ ശദത്തു അലൈഹി
റഅലി ഫസിർതു ഇലൈഹി ശഅറൻ ഹത്താ ഖദിംതു ശാം. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലു, ನಾನು ഒരു വൺട എടുത്ത ആ വൺടയുടെ മേലെ ഞാൻ യാത്ര വർത്ത എന്തിമേനായിട്ട് ഒരു ഹദീസ് പഠിക്കുമേനായിട്ട് ഒരു ഹദീസ് മേനായിട്ട് ഞാൻ യാത്ര വർത്തായ ഒരു തിങ്കൾ തോലം ഷാമുമേനായിട്ട് ഞാൻ ഒരു ഹദീസ് എടുക്കുമേനായിട്ട് ഞാൻ യാത്ര വർത്തായുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലു. മുഅ്മിനീങ്ങളെ, പിന്നെ നോക്കൂ, ഇമാം അംബർ റളിയല്ലാഹു അൻഹു ചൊല്ലു, മരിക്കരുത്തോളം ഇൽമുലായിട്ട് കിതാബ് ഇങ്ങനെ എന്തുകൊണ്ടിന്ന മാനായിട്ടിക്കട് വയസ്സിലെ സമയത്ത് പോലും അതെ അതാ മഷിയിലെ കുപ്പിലിന്ന മഷി, അതായത് ആ മഷീരെ കുപ്പി വിരിച്ചിട്ട് കയ്യിൽ പിടിച്ചോണ്ടിന്ത് ആൽമാറ് കേട്ടാറ്, നിങ്ങ ഇമാമുൽ മുസ്ലിമീനല്ലേ, മുസ്ലിമീങ്ങളെ ഇമാമല്ലേ, പിന്നെന്തിക്ക് നിങ്ങ ഈ സമയത്ത് അതേ ഈ മഷി നിങ്ങ ഇങ്ങനെ പിടിച്ചോണ്ടുള്ളേ? അപ്പ ഇടിക്കട് അംബർ റളിയല്ലാഹു അൻഹു ചൊല്ലു, നിങ്ങ എന്തിക്ക് ഈ സമയത്ത് ഇൽമ പഠിക്കരെ കേൾക്കുമ്പോ അംബർ റളിയല്ലാഹു അൻഹു ചൊല്ലു, മഅൽ മിഅറബതി ഇലൽ ഖബ്രി ഇലൽ മഖ്ബറതി, ഖബർ കൊണ്ടുത്തോലം അതേ മശ്ര കുപ്പി നന്റെ കയ്യിൽ വേണു, ഖബർ പോർത്തോലം മശ്ര കുപ്പി നന്റെ കയ്യിൽ വേണു. സുബ്ഹാനല്ലാഹ്. തന്റെ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഇരിക്കുന്ന മഹാന്മാര് ധാരാളം ഹദീസ് ഇങ്ങനെ പഠിപ്പാടി തന്നറാറ്. നിങ്ങ നോക്കൂ, പാടിയും ചൊല്ലാറ് മഹാന്മാര്. നിങ്ങ നോക്കൂ, ഇമാം കിസാഇ റളിയല്ലാഹു അൻഹു വലിയ ആലിമൈനിക്കട് തുടക്കത്തിൽ ഇൽമു പഠിക്ക പോയപ്പോ വലിയ പ്രയാസമായിട്ട് എന്തായാലും വലിയൊരു പ്രയാസമായിട്ട് എന്ത് നിസ്സാരമായിട്ട് ഇങ്ങനെ തെച്ചിട്ടിക്കുമ്പോ ബേജാറില്. കാരണം എന്തേ, ഇൽമു പഠിക്കും പോണ്ട ആ സന്ദർഭത്തിൽ തുടക്കത്തിൽ ഫസ്റ്റിಗೆ വല്ലാത്തൊരു പ്രയാസ, ഭയങ്കരമായൊരു പ്രയാസം ഈ സമയത്ത് തെച്ചിടിക്കുമ്പോ ഒരു എറുമ്പുറക്കാണ്ട് ഒരു എറുമ്പുടെ ശ്രദ്ധിക്കടേ. ആ എറുമ്പില്ലേ, ആ എറുമ്പ് ഭക്ഷണം ഇങ്ങനെ പിടിച്ചിട്ട് മതിൽ പത്തര് ഭക്ഷണം പിടിച്ചിട്ട് മതിൽ പത്തര് പാടം കീൽ പുള്ളു. പിന്നെയും മതിൽ പത്തര് അത് എത്തനായ ജാഗത്തി എത്തുമേനായിട്ട് ശ്രമിക്കുന്നതായിട്ട് പാടയും കീൽ പുള്ളു. പിന്നെയും പത്തര് ഇങ്ങനെ പത്തിട്ടും കീൽമുണ്ടു. ഇതെല്ലാം ആ ഇമാം കിസാഇ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ അതേ ആ എറുമ്പു അതേ ഭക്ഷണം പിടിച്ചിട്ട് അത് എത്തനായ ജാഗ് എത്തുവാട്ട് എന്നിട്ട് ഇമാം ചൊന്തു ആറ് ഇദാ സ്വബറഅദുല്ലാഹു അലാ ആദൽ അംരി ഹത്താ ബലഗാ. ആ മാൻ ചൊന്ത് എന്തുകൊണ്ടുണ്ട, ദുർബലനായ എറുമ്പില്ലേ ഇത്രത്തോളം അതേ ശ്രമിച്ചെങ്കിലും പക്ഷേ 10 പേനായിട്ട് നല്ല ക്ഷമയാക്കിത്ത് ട്രൈ ആക്കിത്ത് പക്ഷേ എത്തനായ ജാഗ്രത എത്തിയിട്ട് ക്ഷമിക്കൂ. ഏറ്റവും അർഹതയുള്ള വ്യക്തി നാനായിട്ടിക്കട് ശ്രമിക്കൂ, നാൻ അധ്വാനിക്കൂ, അതേ കഷ്ടപ്പെടൂ, ഏറ്റവും അർഹ വ്യക്തി നാനായിട്ടിക്കര് ചൊന്നുണ്ടു. പിന്നെ ഇൽമ ഇങ്ങനെ പഠിക്കരയായാല് മാനിങ്ങനെ ഇൽമ പഠിച്ചിട്ട് വലിയൊരു സ്ഥാനത്ത് എത്തര്. പിന്നെ നോക്കൂ, قيل لشيخ ابن 80 سنة أيحسن بك أن تتعلم فقال إن كان الجهل بي في هذا السن قبيحا فإن التعلم بي حسن. ഒരാള് 80 വയസ്സുള്ള ഒരാള് അയാളുടെ കേട്ടാറ്, ഈ വയസ്സിൽ പിന്നെ നിങ്ങ എന്ത് ഇൽമ പഠിക്കടേ, ഇൽമുടൊട്ടെ എന്ത് നിങ്ങ ഇങ്ങനെ ആലോചന ആക്കടേ. അപ്പൊ ഇത് നിങ്ങൾക്കൊരു യോജിച്ച കാര്യമല്ല. ഈ വയസ്സ് 80 ആയിട്ട് നിങ്ങക്ക് പിന്നെന്തി നിങ്ങക്ക് ഇൽമുട തേടേ, ഇൽമുട പഠിക്കരേ, നിങ്ങക്ക് യോജിച്ച സ്വറ ഇല്ല, ഇത് മോശമായ സ്വറായിട്ടിക്കട്. അപ്പയൽ ചൊന്തു, ഈ വയസ്സായിട്ട് മാറ്റ് ഇൽമില്ലാണ്ട് ജാഹിലായിട്ട് ജീവിക്കരുത്, അതും മോശമായ കാര്യമാണ്.
നിങ്ങ ചൊന്നില്ലേ ഈ ബയസ്ര കാലത്ത് അതേ ഇൽമി എന്ത് തേടുണ്ടല്ലേ 80 വർഷത്താലോട് കേൾക്കുമ്പോ അതിന്റെ മറുപടി എന്തിനുകൊണ്ടുണ്ടാ ഈ 80 വർഷത്തില് നാണ് മാത്ത് ഇൽമും പഠിച്ചില്ല എന്നെങ്കിൽ ഒരു ജാഹിലിയായിട്ട് നടക്കുന്നത്, ഒരു ജാഹിലിയായിട്ട് നാണ് ജീവിക്കുന്നത്, അത് മോശമാണ്. അത് കൊണ്ടായിട്ടിരിക്കുന്നതാണ് ഇൽമു ഇങ്ങനെ പഠിച്ചോണ്ടുള്ളോ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇരിക്കര് കൊറേ മഹാന്മാര് ഇൽമുനെ സംബന്ധിച്ചിട്ട് ഇൽമുടെ ബഹുമാനത്തെ സംബന്ധിച്ചിട്ട് ഞങ്ങ് വഴിപാടി തന്നത്. അത് അങ്ങനെ ഇരിക്കട് തന്റെ ഉമ്മമാരെ. ഇപ്പൊ എല്ലാ മക്കളെയും ഈ സമയത്ത് ദർസ് കിട്ടുന്ന സമയം ഇരിക്കട് മുത്തഅല്ലിം പഠിക്കുമേനായിട്ട് ദർസ് കിട്ടുന്ന സമയമാണ്. ഉമ്മമാരെ, ഞങ്ങളെ മക്കളെല്ലാം അറിയും ആലിമാക്കണോ, ആഫിദാക്കണോ, മുത്തഅല്ലിമാക്കണോ. കുറെ വിഷയം എല്ലാരും കേട്ടാറല്ലേ ഇൽമുനെ സംബന്ധിച്ചിട്ട് ധാരാളം മാറ്റമുണ്ടു. ഒരു മുത്തഅല്ലിമായ മക്കോ അള്ളാഹുടെ മലക്കിന്റെ ചിറക് ഇങ്ങനെ താത്തി കൊടുക്കൂടാ. ഉമ്മമാരെ, വലിയൊരു ബറക്കത്തുണ്ടാവും മുത്തഅല്ലിമിന്നെങ്കിൽ, ഒരു ഹാഫിദിന്നെങ്കിൽ, ഒരു ആലിമിന്നെങ്കിൽ വലിയൊരു ബറക്കത്തുണ്ടു. ഉമ്മമാരെ, അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ഈ ചെറിയറായ ഈ റായത്തിൽ 10-12 മക്ക കൂടെ ഉള്ളാറ് പഠിച്ചോണ്ടുള്ളാറ്, 4 മക്ക പഠിച്ചിട്ട് ഖത്തീമായിട്ട് സേവനാക്കിക്കൊണ്ടുള്ളാറ്, ഇന്നും മക്കയും 4 മക്ക ഹാഫിദ് പഠിച്ചോണ്ടുള്ളാറ്, കൊറിയ മക്ക മുത്തഅല്ലിം പഠിച്ചോണ്ടുള്ളാറ്. ഇനിയും ഈ റായവും വലിയൊരു മുത്തഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെ ഒരു കേന്ദ്രമാവണോ. അതുകൊണ്ട് ഉമ്മമാരെ, ഈ വർഷം അതാ മക്കളെ മുത്തഅല്ലിമായിട്ട് പഠിക്കുകർത്തണു. ഞങ്ങളെ മക്കളെ നന്നാക്കണു. ഏത് മക്കളെതിരു പോലും ഉലമാക്കളെ സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കി ഇടിക്കിടാറ്. ഉസ്താദുമാരെ സ്ഥാനമാണ് നിങ്ങൾ കൊന്ത് പഠിച്ച ഇടിക്കിടാറ്. നിങ്ങൾ നോക്കൂ തന്നെ മുഅ്മിനീങ്ങളെ, അതാ മദീനത്തെ പള്ളിയിൽ സുബ്ഹാനല്ലാഹ് ഇമാം അതേ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ദർസ് എടുത്തോണ്ടിരുന്നേ. മുത്തഅല്ലിമിങ്ങ ധാരാളം പഠിച്ചോണ്ടിരുന്നാറ്. ആ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി വന്ന് 6 വിദ്യാർത്ഥി കൊണ്ടുണ്ടാ യഹ്യ ചൊല്ലൊരു വിദ്യാർത്ഥി വന്ന് അപ്പ ഇരിക്കട് മാലിക് റളിയല്ലാഹു അൻഹു ആ വിദ്യാർത്ഥിയോട് കേക്കട്, നിന്റെ പേരെന്തിന്, നിങ്ങളുടെ പേരെന്തോ? നന്റെ പേര് യഹ്യായിട്ടിക്കട്. മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു, അക്രമക്കല്ലാഹു യഹ്യാ, അല്ലാഹു നിനക്ക് നല്ല ബഹുമാനം തരട്ടെ, ഖൽബുൽ നല്ല അല്ലാഹു ഹയാത്തിട്ട് തരട്ടെ, ഇൽമു നല്ലോണം പഠിക്കണോ, ഇൽമു നല്ലോണം പഠിക്കണുണ്ട്. ഒരു നല്ല വസിയത്താക്കിയിട്ട് ഉപദേശാക്കി താറട്ടു. യഹ്യാ ചൊല്ല കിരവിടട്ട് പിന്നെ വലിയ സ്ഥാനത്ത് എത്രയിൽ യഹ്യ റളിയല്ലാഹു അൻഹു ആ കിടാവിട്ടു. അങ്ങനെ നല്ല നീ നല്ലോണം പഠിക്കണു, പഠിച്ച് നല്ല ഉഷാറാവണു, നല്ല ആലിമാവണു, വലിയ പണ്ഡിതനാവണു ചന്തു. അങ്ങനെ യഹ്യ റളിയല്ലാഹു അൻഹു ഈ ഇയറൊട്ടു മാലിക് റളിയല്ലാഹു അൻഹു ഒരു സ്റ്റോറി ചെല്ലേ, ഒരു സംഭവ. എന്തൊരു സംഭവം തുണ്ടാ മോനെ, ഷാമുടെ ഉണ്ടല്ലേ ഒരു വിദ്യാർത്ഥി നന്നിട്ട് പഠിച്ചോണ്ടിന്ത്. ഷാമുടു ഒരു വിദ്യാർത്ഥി നന്നിട്ട് പഠിച്ചോണ്ടിന്ത്. ബദറു അലൈനാ മിൻ സനിയത്തിൽ വദാ വജബ ശുക്രു അലൈനാ മാ ദഅ അലൈനാ ഇദാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്, തങ്ങൾ ഉസ്താദ് ഞങ്ങളെ മജ്‌ലിസിൽ എത്തിച്ചു.
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദീർഘകാലം ഇത്തരത്തിലുള്ള മജ്‌ലിസ് നേതൃത്വം കൊടുക്കുക. അല്ലാഹു ഹിമ്മത്തുൽ ആഫിയത്തുൽ ദീർഘായുസ്സത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘമാക്കില്ല. ഈ ഒരു ചരിത്ര ചെന്ന് ഞാൻ ഇപ്പട്ടെ എൻ്റെ മാന്തര എപ്പോഴും തങ്ങൾ ലേറ്റാവില്ല. ഫസ്റ്റ് ചെന്നൊരു എൻ്റെ തെല്ല ലേറ്റാവിടുണ്ട്. ഏതായെങ്കിലും ഒടിയുമ്പോ കാലായ എത്ര അങ്ങനെ മാലിക് റളിയല്ലാഹു അൻഹു യഹ്യ വിദ്യാർത്ഥി യഹ്യ റളിയല്ലാഹു അൻഹു പഠിക്കൂ. ഇങ്ങനെ ബറമ്പത്തുകു ഒരു സ്റ്റോറി ചെല്ല് യഹ്യറൊട്ടുകു സ്റ്റോറി ചെല്ല് മോനെ ഷാമുടെ ഒരു വിദ്യാർത്ഥി നണ്ടമുട്ട പഠിക്ക വന്നിട്ടുണ്ട്. പഠിക്കര സന്ദർഭത്തിൽ പഠിക്കര സമയത്തില് അതേ ആ ഷാമുടെ വിദ്യാർത്ഥി മരണപ്പെട്ടു പോയിട്ട് ആ ഷാമുടെ വിദ്യാർത്ഥി മരിച്ചിട്ടാകുമ്പോ സുബ്ഹാനല്ലാഹ് ആ മുത്തല്ലിം മരിച്ചിട്ടാകുമ്പോ എത്രമാ ആൽമാര് എത്രമാ അലിമീങ്ങ മദീനത്തെ പള്ളി നിറഞ്ഞിരേ. ആ മുത്തല്ലിമുടെ ജനാസ നോക്കുവാനായിട്ട് മാലിക് റളിയല്ലാഹു അൻഹു ചന്തു നാം ഇത്രത്തോളം അത്ര ആൽമാർ മദീനത്ത് കുറെ ആൽമാർ മരിച്ചിരാറ്. പക്ഷേ ഇത്ര ആൽമാർ കൂടിയത് ഈ ജനാസ നോക്കുവാനായിട്ട് കൂടിയത് ഇത്ര ആൽമാർ ഞാൻ ഇത്രത്തോളം കണ്ടിട്ടേ ഇല്ല. അങ്ങനെ മയ്യത്ത് നിസ്കാരം നടക്കര്. റബിയ റളിയല്ലാഹു അൻഹു ഇമാമായിട്ട് നിക്കട്. അങ്ങനെ ജനാസ അടക്കിടാറ് മറമാടാറ്. മറമാടിയിൽ പിന്നെ 3 നാൾ ബുട്ടുട്ടായിൽ പിന്നെ മദീനത്തെ പണ്ഡിതന്മാരെ കൂടത്തിൽ ചില പണ്ഡിതന്മാര് ഈ മുത്തല്ലിമുടോ സ്വപ്നം കാണ്ടാറ് കിനവ് കാണ്ടാറ്. സുബ്ഹാനല്ലാഹ് ആ കിനൗലില്ലേ ഈ മരണപ്പെട്ടു പോയോ ഷാമുടെ വിദ്യാർത്ഥി മദീനത്തെ പള്ളിയില് മാലിക് റളിയല്ലാഹു അൻഹു പഠിച്ചുകൊണ്ടിരുന്ന ഈ വിദ്യാർത്ഥിയോ സ്വപ്നം കാണ്ടാറാലിമീങ്ങ ഉലമാക്കല്. അങ്ങനെ ആ സ്വപ്നത്തിൽ ആ വിദ്യാർത്ഥിയില്ലേ സ്വർഗത്തെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പച്ച തലകെട്ടി കെട്ടിയിട്ടുണ്ട്, കുതിരയുടെ മേലെ ഉണ്ട്. സുബ്ഹാനല്ലാഹ് പണ്ഡിതന്മാർ പിന്നെ കേട്ടാറ് ഇതിനെ കാണ്ടി വലിയ സ്ഥാനമുണ്ട് നിങ്ങക്ക്. അപ്പ ഇടിക്കട് അതാ കിടാവ് ചൊല്ലോ വാദനീ റബ്ബി നന്റെ റബ്ബ് നക്ക് വാഗ്ദാനാക്കിറാ. എന്തൊരു വാഗ്ദാനം കൊണ്ട അയ്യഹ്ശുറനീ മഅന്നബീന നബിമാരൊട്ടു കൊണ്ട് നന്നിട്ടു വാഗ്ദാന തന്നറാ. മുഅ്മിനീങ്ങളെ നോക്കുറു ഇൽമുടെ സ്ഥാനമാണ് നോക്കുറു. ആഖിറത്തിൽ വലിയ ദറജ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ മക്കളെ ആലിമാക്കണു, മക്കളെ മുത്തല്ലിമാക്കണു. നല്ല നല്ല ദർസെല്ലാം ഉണ്ട്. തങ്ങൾ ഉസ്താദിന്റെ ദർസ് സുല്യത്ത് നടക്കര് അവിടെ ഉണ്ട് നല്ല ദർസ്. ഇപ്പോൾ ഖുർആൻ അവിടെ ഉണ്ട്. ഞങ്ങളെ റായത്തൊരു വിദ്യാർത്ഥി അവിടെ പഠിച്ചുകൊണ്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ ഉമ്മമാരെ നല്ലോണം ബഹുമാനം വേണു. ഉസ്താദുമാരൊട്ടു ആലിമീങ്ങളൊട്ടുള്ള ഗൗരവം വേണു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണു, മക്കളെ ദുർലു അല്ലെങ്കിൽ ഔത്തുല്ലിങ്ങനെ തെച്ചിട്ടിക്കുമ്പോ ചർച്ചയാക്കുമ്പോ ഒരു ഉസ്താദുടതാ ഒരു ആലിമുടതാ മക്കളെ ദുർഗു ഒരു കുറവ് പോലും ചൊല്ലോ തീരാ, ഒരു കുറവ് ചൊല്ലോ തീരാ. അത് വലിയൊരു മുസീബത്തായിടിക്കട്. കാരണം എന്തേ ഒരു കിടയുടേതുള്ളതേ പാട്ടിട്ട് ഒരു ഉസ്താദിനെ സംബന്ധിച്ചിട്ട് ഒരു ആലിമിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്ത് എന്തെങ്കിലും ചെന്നുപോയാൽ അങ്ങനെ ബഹുമാനത്തെ വിഷയമല്ല, അങ്ങനെ ഗൗരവത്തെ വിഷയമല്ല ചൊല്ല. പക്ഷേ വിഷയം ചിലപ്പോ നിങ്ങൾ ദൂരതായിട്ടിക്കൂ. ഇത് മാത്രം മക്കളെ ദുരമാത്ത് ചെന്നുപോയാൽ മക്ക ബലിയായ പിന്നെയും അതേ ഇടിക്കര് പഠിക്കരേ. ആ മക്കും പോലും മുസ്താദുമാരൊട്ടുകില്ല ആലിമീങ്ങളൊട്ടുകില്ല ബഹുമാനം കുറവാടൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാരെയും കാത്ത് സലാമത്താക്കട്ടെ, ദീർഘമാക്കില്ല. കുറെ